നമസ്കാരം. ഇന്നലെ എൻഫോഴ്സ്മെന്റ് തിരുവനന്തപുരം പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും, അതേപോലെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും, കൂടാതെ കോഴിക്കോട് റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡിജിറ്റൽ രേഖകൾ. ആ ഡിജിറ്റൽ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീണ വിജയന്റെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ അതേപോലെ മൊബൈൽ ഫോണിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡിജിറ്റൽ രേഖകളും. 248 അക്കൗണ്ടുകളാണ് വിവിധ ബാങ്കുകളിൽ ആയിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ വീണ വിജയന്റെ അക്കൗണ്ടുകളെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം വരുന്നത്, എൻഫോഴ്സ്മെന്റിനെ ഇന്നലെ ആക്രമിച്ചതിലുള്ള തിരിച്ചടി ഉടനെ നൽകാൻ വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്താനുള്ള നടപടി തുടങ്ങുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് വീണ വിജയന് ഉടനെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും. ആ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്ത ശേഷം അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് കൃത്യമായി പ്ലാൻ ചെയ്യുന്നത്. പിണറായി വിജയന്റെ മാത്രമല്ല, പിണറായി വിജയന്റെ മകളെ മാത്രമല്ല, മകനെയും അതേപോലെ ഭാര്യയെയും ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. വീണ വിജയന്റെ ഇന്നലത്തെ അവരുടെ മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും മറ്റു ഡിജിറ്റൽ രേഖകളിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ, ഫോറൻസിക് ലാബിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷം കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അതീവ വേഗതയിൽ ബാക്കി നടപടികളിലേക്ക് നീങ്ങാനും തുടക്കത്തിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് എൻഫോഴ്സ്മെന്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന രേഖകൾ ഉപയോഗിച്ച് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്പ്രിംഗ്ലർ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ്. അവർക്ക് വിദേശത്തുള്ള ഇതുപോലുള്ള സ്പ്രിംഗ്ലർ കമ്പനിക്ക് അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റാസ് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് സംബന്ധിച്ച് മുമ്പ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഈ പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതായത് കേരളത്തിന്റെ എല്ലാ ജനങ്ങളുടെയും വിവിധ രോഗങ്ങൾ, അവരുടെ രോഗങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവരുടെ സ്വകാര്യ ഡാറ്റകളെല്ലാം വിദേശ കമ്പനിക്ക് കൈമാറിയ സംഭവമാണ് സ്പ്രിംഗ്ലർ. അതിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് വീണ വിജയന് കിട്ടിയിട്ടുള്ളത്. അതേപോലെ വീണ വിജയന്റെ മാത്രമല്ല, പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കണ്ടിയുടെയും ഭാര്യയുടെയും വിദേശത്തുള്ള ബിനാമി അക്കൗണ്ടുകളുടെയും അതേപോലെ മറ്റ് ബിനാമി ഇടപാടുകളുടെയും എല്ലാം വളരെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും വീണ വിജയന്റെ മൊബൈലിൽ ഉണ്ടെന്നുള്ള ഇതാണ് എൻഫോഴ്സ്മെന്റ് കരുതുന്നത്. അത് ഫോറൻസിക് ലാബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ക്ലൗഡിൽ വളരെ അതീവ രഹസ്യമായിട്ടാണിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ നിരീക്ഷണം. അങ്ങനെയാണെങ്കിൽ 10,000 കോടി രൂപയുടെ ഇടപാടുകൾ വീണ വിജയനും പിണറായി വിജയനും അതേപോലെ നമ്മുടെ വിവേക് തായ്ക്കണ്ടിയും എല്ലാം നടത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകളിലൂടെ എല്ലാം കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നതോടെ നമ്മൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും പുറത്തു വരിക. അപ്പൊ തുടക്കത്തിൽ ആദ്യം തന്നെ പിണറായി വിജയൻ ഇന്നലെ കാണിച്ച അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കാൻ ആദ്യം എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചത് ആദ്യം വീണ വിജയനെ സമൻസ് അയച്ച് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക, അവിടെ വെച്ച് തെളിവെടുത്ത ശേഷം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വിവേക് തായ്ക്കണ്ടി, അതായത് മകനെ ആയിരിക്കും നോട്ടപ്പെടുന്നത്. മകനെ വിദേശത്ത് നിന്ന് വിളിച്ചു വരുത്തും. വിവേക് തായ്ക്കണ്ടിക്ക് നേരത്തെ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന, അദ്ദേഹം ഡയറക്ടർ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലും അതേപോലെ മറ്റു രാജ്യങ്ങളിലെല്ലാമുള്ള പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്, ബിനാമി അക്കൗണ്ടുകളുണ്ട്. ഇതിലൂടെയെല്ലാം ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപയുണ്ടെന്നുള്ള വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് നടത്തുന്നത്. നേരത്തെ ക്രൈമിന്റെ കൈവശം 10,000 കോടി രൂപയുടെ രേഖകൾ കൈവശമുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ക്രൈമിന്റെ എന്നെ കള്ളക്കേസിൽ കുടുക്കി, വീണ ജോർജിനെ ഉപയോഗിച്ച് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുകയും അവിടെയുള്ള ഇത്തരം രേഖകൾ എടുക്കുമ്പോൾ CCTV ക്യാമറ ഊരിയ ശേഷമാണ് പോലീസ് ഓഫീസർമാരെ കൊണ്ട് ഈ രേഖകൾ എടുത്ത് കൊണ്ടുപോയത്.
ഈ ഇത്തരം രേഖകളിലെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് യൂസഫ് അലിയുടെ കമ്പനിയിൽ പിണറായി വിജയന് വലിയ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മകനാണ് എന്നുള്ളതാണ്. ഇതേപോലെ പല പ്രമുഖരായ ബിസിനസ്സുകാരുടെയും പല പദ്ധതികളിലും പിണറായി വിജയന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ചില ഹോട്ടലുകൾ പോലും പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകൾ വിദേശത്ത് എന്നുള്ളതാണ്. അതൊക്കെ ബിനാമി അക്കൗണ്ടിലും അതേ മകന്റെ പേരിലുമൊക്കെ ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. മകൾക്കും ഇതേപോലെ പല രാജ്യങ്ങളിലുമായിട്ട് പല ഇടപാടുകളുമുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിലും ഈ മൊബൈൽ ഫോണിലും മറ്റു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നിന്നും അതേപോലെ ലാപ്ടോപ്പിൽ നിന്നും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഉടനെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്ത് വെച്ച് ആക്രമിച്ചത് ഉർവശി ശാപകാരം എന്നുള്ള നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത്. എൻഫോഴ്സ്മെന്റ് വളരെ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. തങ്ങളെ വഴിക്കിൽ വെച്ച് ആക്രമിച്ച നടപടി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണെന്നുള്ള നിരീക്ഷണമാണ് അവർ നടത്തുക. ഇതിനു ശേഷം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് എന്നെ സഹായിക്കാൻ 10,000-കണക്കിന് ആൾക്കാരുണ്ട് എന്ന് പറയുന്ന അർത്ഥം പുറമേ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഗുണ്ടകൾ ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു നടപടിയാണ്. കേരളത്തിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതും അതേപോലെ അവരുടെ വാഹനം തകർക്കപ്പെട്ടതും. ഇപ്പോൾ അതിന്റെ പേരിൽ ആക്രമിച്ച ആളുകളെയെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവിടെ സംഘടിതമായി ഇവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി നിന്ന ആളുകളെ എല്ലാം തന്നെ പ്രതികളാക്കിക്കൊണ്ടുള്ള കേസാണ് വരുന്നത്. 2 തരത്തിലുള്ള കേസാണ് വരുന്നത്. പോലീസ് നടപടിക്കെതിരെ എടുത്ത കേസ്, പോലീസ് നടപടിയെ തടഞ്ഞുകൊണ്ടുള്ളതും എൻഫോഴ്സ്മെന്റിനെതിരെ ആക്രമിച്ചതുമായ 2 കേസുകളാണ്. രണ്ടും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് കൃത്യമായി വരുന്നത്. ഈ കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതീവ ഗുരുതരമായി തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വരും. ഇതിലെ പിണറായി വിജയനെയും അതേപോലെ ഗോവിന്ദനെയും പ്രതിയാക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ആദ്യം തന്നെ ഏറ്റവും ആദ്യം കേസെടുക്കുന്നത് വീണ വിജയന്റെ പേരിലാണ്. മാത്രമല്ല ഓരോ കേസുകളെ എടുത്താൽ മതി എന്നുള്ള നിർദ്ദേശമാണ് വരുന്നത്. അതായത് ആദ്യം ഈ കേസ് എടുത്ത ശേഷം ഉടനെ തന്നെ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിനുശേഷം ഡോളർ കടത്ത് കേസ്. ഇതിൽ രണ്ടിലും സ്വപ്ന സുരേഷിന്റെ കൃത്യമായുള്ള 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന് 34 തവണ ബിരിയാണി ചെമ്പിലൂടെ അല്ലാതെയും സ്വർണം വന്നു എന്നുള്ളതാണ്. ഇത് പിണറായി വിജയന് വേണ്ടി വിദേശത്തുള്ള ഒരു ബിസിനസ്സുകാരൻ കേരള ഗവൺമെന്റുമായിട്ടും അവിടെ ദുബായ് UAE കോൺസുലേറ്റുമായി അടുത്ത ബന്ധമുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് യൂസഫ് അലി ആണോ അല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്നാൽ നേരത്തെ സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത ഒരു ഹർജി ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്നത് ഈ സ്വർണം തിരിച്ചയക്കേണ്ടത് കെയർ ഓഫ് യൂസഫ് അലി എന്നുള്ള രൂപത്തിലാണ് അവരുടെ അഫിഡവിറ്റിൽ പറയുന്നത്. അതേപോലെ തന്നെ ഡോളർ കടത്ത് കേസിൽ കൃത്യമായി അവരുടെ മൊഴിയുണ്ട്. ഇവിടെ നിന്ന് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ശിവശങ്കർ വിളിച്ചു പറയുകയും പിണറായി വിജയന്റെ ബാഗ് ഇവിടെ നിന്ന് കോൺസുലേറ്റ് വഴി അയക്കുകയും അവിടെ എത്തിയപ്പോൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഡോളറാണ്. ഏകദേശം 100 കോടി ഡോളർ ആയിരുന്നു എന്നുള്ളതാണ്. 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്നാണ് കരുതുന്നത്? അതായത് 10,000 കോടി രൂപയാണ് പിണറായി വിജയൻ അതിലൂടെ വരുത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈഫ് മിഷൻ തട്ടിപ്പ്. ലൈഫ് മിഷൻ നിമിഷ നേരം കൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് ആ കേസിന്റെ സ്ഥിതി. ഏറ്റവും പ്രധാനം പിന്നെ ഉടനെ തന്നെ ഇപ്പോൾ ക്രൈമിനോട് അടിയന്തരമായിട്ട് CBI എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞത് എന്നോട് അടിയന്തരമായിട്ട് ലാവ്ലിംഗ് കേസ് ഉടനെ എടുക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി. ഞാനിപ്പോൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ കൊടുക്കുകയാണ്. CBI ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനാണ് എന്നോട് സംസാരിച്ചത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ എത്രയും വേഗം ഒരു പെറ്റീഷൻ IA കൊടുത്ത് ലാവ്ലിംഗ് കേസ് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലാവ്ലിംഗ് കേസ് ഉടനെ വരുത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ വളരെ സ്ട്രോങ് ആയി CBI അതാവാം. മുമ്പത്തെ മാതിരി പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയനെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മന്ത്രിമാരെ ഓരോരുത്തരെയും പൊക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ്. മുമ്പത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക് തുടങ്ങിയുള്ളവരെല്ലാം തന്നെ ഇതേപോലെ തുടർച്ചയായിട്ട്
കിഫ്ബിയുടെയും അതേപോലെ മസാല ബോണ്ടിന്റെ പേരിൽ അടക്കം പൊക്കിയെടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ടാണ് കൃത്യമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ആക്രമിച്ച പിണറായി വിജയന്റെ നടപടി ഒരു തരത്തിലും സ്വാധീനിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ വിജയനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ അവർക്ക് നോട്ടമിട്ടിരിക്കുന്നത്. അതിന്റെ വേഗതയിൽ ഫോറൻസിക് ലാബിൽ നിന്നും അതിന്റെ ടെസ്റ്റ് റിസൾട്ട് കഴിഞ്ഞ ഉടൻ തന്നെ എന്തൊക്കെ അക്കൗണ്ടുകളാണ് ഉള്ളത്, അവരുടെ രഹസ്യ സമ്പാദ്യങ്ങൾ എവിടേക്കാണ് ഉള്ളത്, വിദേശങ്ങളിൽ എവിടെയാണ് ഉള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ മൊബൈലിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്നുള്ള മിന്നൽ റെയ്ഡിലായതിനാൽ വീണ വിജയൻ ഇതൊന്നും മറച്ചു വെക്കാനും ഒളിപ്പിച്ചു വെക്കാനും കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് വേണം കരുതാൻ. അതേപോലെ അവർ പിടിച്ചെടുത്ത ലാപ്ടോപ്പിലടക്കം വളരെ സുപ്രധാനമായ വിവരങ്ങളുണ്ട് എന്നുള്ള വിവരമാണ് പുറത്ത്. ഇന്നലെ ഏകദേശം 10 മണിക്കൂറോളം നേരമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അതീവ ഗുരുതരമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് പിണറായി വിജയനെ മാത്രമല്ല CPM-ന്റെ സമ്പൂർണമായ തകർച്ചയായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ പിണറായി വിജയന്റെ സകല ഡെമ്പും അഹങ്കാരവും നിൽക്കും. ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ടും എൻഫോഴ്സ്മെന്റിനെതിരെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നും കൃത്യമായി തന്നെ പിണറായി വിജയന്റെ നിർദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ആക്രമിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഒരു ഫോൺ കോൾ വന്നത് മുഹമ്മദ് റിയാസിൽ നിന്നാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.